രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ രാധയുടെ പ്രണയം 156-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ രാധയുടെ പ്രണയം ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ തിങ്കളാഴ്ചയും 12 മണിയാകുമ്പോൾ നാരായണീയം പഠിക്കാൻ ആഗ്രഹമുള്ളവരെ 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ്, ചൊവ്വാഴ്ചയാണ് 12 മണിക്ക് രാധയുടെ പ്രണയം, വ്യാഴാഴ്ചയാണ് 12 മണിക്ക് അഷ്ടപതിയുടെ ക്ലാസ്. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹമുള്ളവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്. എന്നോട് നേരിട്ട് വന്ന് പഠിക്കാനാണ് ആഗ്രഹമെങ്കിൽ കൊല്ലത്ത് വന്നാൽ മതി. ഒരുപാട് പേരങ്ങനെ പറയുന്നുണ്ട്, ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുമില്ലെങ്കിൽ ഫുൾ എമൗണ്ട് തിരിച്ചു തരുമെന്നതാണ് എൻ്റെ ഒരു രീതി. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ ദൂരത്തുനിന്ന് വരുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് ജ്യോതിഷമുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ നിങ്ങളത് കേൾക്കുക. ജ്യോതിഷപരമായി എന്ത് സംശയം ഉണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് 9645333999. അതിലേക്ക് തന്നെ വിളിച്ചാൽ മതി, തികച്ചും സൗജന്യമായിരിക്കും. അതേപോലെ അഷ്ടാവക്ര ഗീതയുണ്ട്. അഷ്ടാവക്ര ഗീതയും നിങ്ങൾ കേൾക്കുക. പിന്നെ അഷ്ടാവക്ര ഗീത വളരെ പ്രധാനമാണ്, ഒരു ഹിന്ദു കേട്ടിരിക്കണം. അതേ കണക്ക് ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന തലക്കെട്ടിൽ പ്ലേലിസ്റ്റിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ടെമ്പിൾസ്, ക്ഷേത്രങ്ങളെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കൃഷ്ണൻ്റെ പുനരവതാരമായ ശ്രീബുദ്ധൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരു സീരിയലായിട്ട്. അപ്പം നിങ്ങൾ അതൊക്കെ കാണുക. പിന്നെ നിരവധി ഷോർട്ട് വീഡിയോസ് ഉണ്ട്. രാധികാ കവചം 2 ഉണ്ട്. ആ 2 രാധികാ കവചവും എന്ത് ചെയ്യുക, നിങ്ങൾ കേൾക്കുക. രാധികാ കവചം 2 ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. രാധികാ കവചം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ രാധാ സഹസ്രനാമം വരികൾ ഉൾപ്പെടെയും വരികളില്ലാതെയും ഇട്ടിട്ടുണ്ട്. രാധാ സഹസ്രനാമം തന്നെ അതിനിഗൂഢമായതാണ്. 3 എണ്ണം ഉണ്ട്. അതിൽ 1 എണ്ണം ഞാൻ ഇട്ട് കഴിഞ്ഞു. 2ാമത്തത് അധികം താമസിയാതെ തന്നെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. ഓം മഹാഗണപതേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ
രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണി കി ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മ കി ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മ കി ജയ്. എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മ കി ജയ്. അതുപോലെ കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായ എന്നൊരു വീഡിയോ ഉണ്ട്, നിശ്ചയമായിട്ടും നിങ്ങൾ മറക്കാതെ കാണണം. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് കിട്ടുന്നില്ലെങ്കിൽ എൻ്റെ 96453339 ഒരു മെസ്സേജ് അയച്ചാൽ മതി. നിശ്ചയമായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ അയച്ചു തരുന്നതാണ്. അപ്പോൾ പതിവ് പോലെ ഇന്ന് നമുക്ക് രാധാറാണിയുടെ വിവരങ്ങളിലേക്ക് വരാം. അതായത് എന്നോട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പലപ്പോഴും വിളിച്ചിട്ട് ചോദിക്കും, സാറേ സത്യത്തിൽ രാധാറാണിയുടെ ജനനം എങ്ങനെയാണ് സംഭവിച്ചത്? ഇന്ന ബുക്കിനകത്ത് ഇതേ കണക്ക് കിടക്കുന്നു, വേറൊരു ബുക്കിൽ വേറെ ഒന്ന് കിടക്കുന്നു, പലയിടത്തും പല രീതിയിലാണല്ലോ പറയുന്നത്. അപ്പോൾ രാധാറാണിയുടെ ജനനത്തെക്കുറിച്ചുള്ള യഥാർത്ഥ സത്യം എന്താണ് സാറേ? സാറാകുമ്പം ഈ രാധാറാണിയെക്കുറിച്ച് ഒരു റിസർച്ച് നടത്തുന്ന ആളാണല്ലോ, പറയാൻ പറ്റും, ഓർമ്മിക്കുക. അവിടെയാണ് രാധാറാണിയുടെ പ്രത്യേകത. രാധാറാണിയെക്കുറിച്ചുള്ള എന്തും സസ്പെൻസാണ്. അതാണ് രാധാറാണിയെക്കുറിച്ചുള്ള എന്തും സസ്പെൻസാണ്. ആർക്കും പിടികിട്ടാത്ത ഒരു ഉത്തരം, ആർക്കും പിടികൊടുക്കാത്ത ഒരു ദേവതയാണ് രാധാറാണി. ഇപ്പം നിങ്ങൾക്ക് ശ്രീകൃഷ്ണന്റെ ജനനത്തെക്കുറിച്ച് ആർക്കും ഒരു സംശയമില്ല. കൃഷ്ണന്റെ ജനന സമയം എന്നാണ്, എപ്പോഴാണ് എന്നുള്ളതിനെ കുറിച്ച് ആർക്കും യാതൊരു സംശയവുമില്ല. പക്ഷേ രാധാറാണിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും കൺഫ്യൂഷനാണ്. കാരണം രാധാറാണി കൃഷ്ണന്റെ സ്വകാര്യ സ്വത്താണ്. അതാണ് നമുക്ക് എന്താണോ അറിയാൻ പാടില്ലാത്തത് അതിലേക്കാണ് നമ്മുടെ ജിജ്ഞാസ വരുന്നത്. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക, പ്രപഞ്ചത്തിലെ എല്ലാ ദേവതകളെക്കുറിച്ചുള്ള വിവരങ്ങളും കറക്റ്റായിട്ടുണ്ട്. ശിവനായാലും ബ്രഹ്മാവായാലും വിഷ്ണുവായാലും കൃഷ്ണനായാലും സകല ദേവിമാരെ കുറിച്ചുള്ള വിവരമുണ്ട്. പക്ഷേ രാധാറാണിയുടെ കാര്യം വരുമ്പോൾ ജനനത്തിൽ കൺഫ്യൂഷൻ, വൃന്ദാവനം വിട്ട് രാധാറാണി എന്തു ചെയ്തു എന്നുള്ളത് ഈ കൺഫ്യൂഷൻ. അതായത് മൊത്തത്തിൽ ആർക്കും പിടികൊടുക്കാതെ നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് നമ്മുടെ രാധാജി. ഇനി രാധാറാണിയുടെ ജനനത്തെക്കുറിച്ച് പല പല വിശ്വാസങ്ങളുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. എന്നിട്ട് നമുക്ക് കുറെ കൂടെ വിശ്വസനീയമായത് ഏതെന്ന് നോക്കാം. ഭാദ്രപദ മാസത്തിലെ ശുക്ലപക്ഷ അഷ്ടമി ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് അനിഴം നക്ഷത്രത്തിൻ്റെ ചതുർത്ഥ പാദത്തിലാണ് സാക്ഷാൽ രാധാറാണി ജനിക്കുന്നത്. രാധാറാണി അയോനിജയാണെന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക. എന്താണ് അയോനിജ എന്ന് പറഞ്ഞത്? യോനിയിലൂടെ ജനിച്ചവളല്ല രാധാറാണി, ഒരിക്കലും യോനിയിലൂടെ ജനിച്ചവളല്ല. അതുകൊണ്ടാണ് അയോനിജ എന്ന് പറയുന്നത്. അങ്ങനെ ജനനത്തിൽ പോലും സസ്പെൻസ് നിലനിർത്തിയ ദേവതയാണ് സാക്ഷാൽ രാധാറാണി, അല്ലേ? കൃഷ്ണന്റെ ജനനത്തെക്കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾ ഉടനെ ഉത്തരം പറയും. കാരാഗ്രഹത്തിൽ ഭയങ്കര മഴയുള്ള സമയത്ത് ഉടൻ ഉത്തരമാണ്. പക്ഷെ കൃഷ്ണന്റെ കാമുകിയെക്കുറിച്ച് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ശ്രദ്ധിച്ചു കേട്ടോളണം. രാധാറാണിയുടെ ജനനത്തെക്കുറിച്ചുള്ള പല പല വിശ്വാസങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ വിശ്വാസം, രാധാറാണി കാറ്റിൻ്റെ രൂപത്തിൽ വൃഷഭാനുവിൻ്റെ ഭാര്യയായ കീർത്തിയുടെ ഗർഭപാത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കാറ്റിൻ്റെ രൂപത്തിലാണ് ഗർഭപാത്രത്തിലേക്ക് പ്രവേശിക്കുകയും സുന്ദരിയായ ഒരു പെൺകുഞ്ഞായി ജന്മമെടുക്കുകയും ചെയ്തു. ഒരു കാര്യം ഉറപ്പുണ്ട്, രാധാറാണി ജനിച്ച സ്ഥലം അത് ഉത്തർപ്രദേശിലെ മധുര ജില്ലയിലെ റാവൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒരു കൊച്ചു ഗ്രാമം, ഉത്തർപ്രദേശിലെ മധുര ജില്ലയിലെ, മനസ്സിലായില്ലേ, റാവൽ എന്ന് പറയുന്ന ഒരു കൊച്ചു സ്ഥലം. ഈ റാവല് ശരിക്കും
ഗോകുലത്തിനടുത്തുള്ള ഒരു ചെറിയ പട്ടണമാണ്. നമ്മുടെ കൃഷ്ണന്റെ ഗോകുലം ഉണ്ടല്ലോ, ആ ഗോകുലത്തിനടുത്തുള്ള ഒരു ചെറിയ പട്ടണമാണ് ആരെന്ന് പറയുന്നത്, റാവൽ എന്ന് പറയുന്നത്. അതേ കണക്ക് ഈ റാവൽ അപ്പൊ ചെറിയ പട്ടണത്തിൽ ജനിച്ച് എന്നിട്ട് റാവലിലാണ് ജനിച്ചത്. പക്ഷെ വളർന്നത് എവിടെയാണ്? ബർസാനയിലാണ്. അതാണ് രാധാറാണിയുടെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. രാധാറാണി ജനിച്ചത് റാവലിൽ, വളർന്നത് ബർസാനയില്. ജനിച്ചത് റാവലിൽ, വളർന്നത് ബർസാനയില്. ഈ ബർസാനയുടെ യഥാർത്ഥ പേര് വൃഷഭാനുപുരം എന്നാണ്. വൃഷഭാനുപുരം. ഈ രാധാറാണി ജനിച്ച റാവലിലെ ക്ഷേത്രത്തില് ശിശുവായിട്ടുള്ള രാധാറാണിയുടെ പ്രതിമ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നും അവിടെ ഉണ്ട്. ഇത് ഒരു വിശ്വാസം. ഇനി രാധാറാണിയുടെ ജനനത്തെക്കുറിച്ചുള്ള രണ്ടാമത്തെ വിശ്വാസത്തിലേക്ക് നമുക്ക് വരാം. അതായത് വൃഷഭാനുവിനും കീർത്തിക്കും സന്താനമില്ലായിരുന്നു. അതുകൊണ്ട് അവർ വളരെയധികം അങ്ങ് സങ്കടപ്പെട്ടു. അവർ അതീവ ദുഃഖിതരായി. അങ്ങനെ ഇരിക്കവേ ഒരു ദിവസം വൃഷഭാനു യമുനയില് കുളിക്കാനായിട്ട് പോയി. അങ്ങനെ പോയപ്പോൾ വൃഷഭാനു ഒരു അത്ഭുത കാഴ്ച കണ്ടു. അതായത് സ്വർണ്ണ നിറത്തില് ചുറ്റും പ്രകാശം പരക്കുന്ന ഒരു താമരപ്പൂ കണ്ടു. സ്വർണ്ണ നിറം, 4 ചുറ്റും പ്രകാശം ഇങ്ങനെ പരക്കുന്ന ഒരു താമരപ്പൂ. അപ്പൊ വൃഷഭാനു നീന്തി അതിൻ്റെ അടുത്തെത്തിയപ്പോൾ ആ താമരപ്പൂവിനുള്ളില് 1000 സൂര്യന്മാര് ഒരുമിച്ചെത്തിയതുപോലെയുള്ള, 1000 സൂര്യന്മാര് ഒന്നിച്ചുദിച്ചേർന്നതുപോലെയുള്ള ഒരു പ്രകാശം. ഓർമ്മിക്കണേ, ഒരു സൂര്യന്റെ പ്രകാശം തന്നെ നമുക്കറിയാം. അപ്പൊ താമരപ്പൂവിനകത്ത് 1000 സൂര്യന്മാർ ഉദിച്ചുയർന്നതുപോലെയുള്ള ഒരു പ്രകാശമാണ് കണ്ടത്. അതിനൊപ്പം തന്നെ അതീവ സുന്ദരിയായ, അസാധാരണമായ തേജസ്സുള്ള ഒരു പെൺകുഞ്ഞ് ആ താമരയ്ക്കകത്ത് അങ്ങനെ കിടക്കുകയാണ്. അപ്പൊ 1000 സൂര്യന്മാരുടെ തേജസ്, ആ പ്രകാശം വെട്ടിത്തിളങ്ങുന്ന താമരയിൽ ഒരു പെൺകുഞ്ഞിങ്ങനെ കിടക്കുകയാണ്. ആ പെൺകുഞ്ഞിനെ വൃഷഭാനു കൊണ്ടുപോവുകയും വൃഷഭാനുവും അതോടൊപ്പം കീർത്തി മാതാവും ആ പെൺകുഞ്ഞിനെ സ്വന്തം മകളായി വളർത്തുകയും ചെയ്തു. ആ താമരപ്പൂവിൽ നിന്ന് ലഭിച്ച കുട്ടിക്ക് പേരിടാനായിട്ട് നാരദ മഹർഷി വന്നു. നാരദ മഹർഷി വന്ന് ആ കുട്ടിയെ നോക്കുകയും ആ കുട്ടിക്ക് സർവ്വവിധ അനുഗ്രഹങ്ങളും നേരുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഇതിന് പേരിടാൻ ഗർഗമുനി വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഗർഗമുനി വന്ന് അതിന് രാധ എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു എന്ന് ഒരു പക്ഷം. മറ്റൊരു പക്ഷം നാരദ മുനി തന്നെ ഏത് കൊടുത്തു എന്നാണ്? രാധ. അതാ ഞാൻ പറഞ്ഞേ, രാധാറാണിയുടെ കാര്യം ഇങ്ങനെയാണ്. ആർക്കും ഒരു തിട്ടയില്ല. ചിലർ പറയും അങ്ങനെ നാരദ മുനി തന്നെ കൊടുത്തു, ചിലർ പറഞ്ഞത് ഗർഗമുനിയെ കൊണ്ടുവന്നു, അദ്ദേഹം തന്നെയാണ് നാമകരണം ചെയ്തത്. അങ്ങനെ ആ കുട്ടിക്ക് രാധ എന്ന പേരായി. ആ റാവലിൽ രാധാറാണിയുടെ ജന്മസ്ഥലം യമുനാ നദിയുടെ അടുത്താണ്. അങ്ങനെ അവരുടെ ഓമനയായിട്ട് രാധാറാണി വളർന്നു. ഇത് രാധാറാണിയുടെ ജനനത്തെക്കുറിച്ചുള്ള രണ്ടാമത്തെ വിശ്വാസം. രാധാറാണിയുടെ ജനനത്തെക്കുറിച്ചുള്ള മൂന്നാമത്തെ വിശ്വാസം, മക്കളില്ലാതെ വിഷമിച്ചിരുന്ന വൃഷഭാനുവും കീർത്തിമാതാവും ഒരു ദിവസം ഈ വയല് ഉഴുത് മറിക്കുകയായിരുന്നു. അങ്ങനെ വയല് ഉഴുത് മറിച്ചുകൊണ്ടിരുന്നപ്പോൾ കാണാം, ആ വയല് ഉഴുതപ്പോൾ ഭയങ്കര തേജസ്സുള്ള ഒരു പെൺകുഞ്ഞിനെ കാണാനിടയായി. പണ്ട് സീതാദേവിയെ കിട്ടിയതുപോലെ അസാമാന്യമായ തേജസ്സുള്ള ഒരു പെൺകുഞ്ഞിനെ കാണാനിടയായി. വൃഷഭാനു ആ മകളെ എടുത്തു. ആ കുഞ്ഞിനവർ രാധ എന്ന് നാമകരണം ചെയ്തു. ഈ 3 എണ്ണത്തില് എൻ്റെ ഒരു റിസർച്ചില് കൂടുതൽ വിശ്വാസയോഗ്യത എന്ന് പറയുന്നത്, വൃഷഭാനു കുളിക്കാൻ പോയപ്പോൾ താമരപ്പൂവിനകത്ത് രാധാറാണി കിടന്നു എന്നുള്ളതാണ് കുറെ കൂടെ വിശ്വസനീയമായിട്ട് എൻ്റെ റിസർച്ചിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അപ്പൊ ഇതോടുകൂടി എൻ്റെ പ്രേക്ഷകർക്ക് അതിലുള്ള സംശയം തീർന്നല്ലോ. നിരവധി പ്രേക്ഷകർ എന്നെ അടുത്ത് ചോദിക്കുകയായിരുന്നു രാധാറാണിയുടെ ജനനത്തെക്കുറിച്ച്. അതേ കണക്ക് അവരുടെ മറ്റൊരു സംശയവും കൂടെ തീർത്തു തരാം. രാധാറാണിക്ക് കൃഷ്ണനേക്കാൾ എത്ര വയസ്സിന് മൂപ്പുണ്ടെന്നാണ് കണ്ട. അവിടെയും തർക്കമാണ്. രാധാറാണിയുടെ എല്ലാ കാര്യവും അത്രയ്ക്ക്
അത്രയ്ക്ക് എന്താണ് പറയേണ്ടത്, അത്രയ്ക്ക് ഗോപ്യമാണ്. അപ്പൊ രാധാറാണി അത്രമേൽ വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക. കാരണം രത്നങ്ങൾ അങ്ങനെയാണ്, അതിനെ കണ്ടെത്താൻ പാടാണ്. രാധാറാണിക്ക് കൃഷ്ണനേക്കാൾ 12 മാസമേ പ്രായക്കൂടുതൽ ഉണ്ടാകൂ എന്ന് ഒരു പക്ഷം, 6 7 വയസ്സ് കൂടുതലുണ്ടെന്ന് ഒരു പക്ഷം, 7 വയസ്സ് കൂടുതലുണ്ടെന്ന് മറ്റൊരു വശം. കണ്ട, പ്രായത്തിൽ പോലും സസ്പെൻസാണ്, പ്രായത്തിൽ പോലും സസ്പെൻസാണ്. ശരിക്കും 7 വയസ്സ് കൂടുതലുണ്ട്. അപ്പൊ നിങ്ങളുടെ രണ്ടാമത്തെ സംശയം തീർന്നല്ലോ അല്ലേ? എൻ്റെ അടുത്ത് എല്ലാവരും വിളിച്ചു ചോദിക്കുന്ന സംശയമാണ്, സാറേ രാധാറാണി കൃഷ്ണനേക്കാൾ എത്ര വയസ്സിന് മൂപ്പാണ്? ഞങ്ങൾ ഇന്ന സ്ഥലത്ത് ഇന്ന കണക്ക് കണ്ടു, വേറൊരാൾ പറഞ്ഞു ഇന്ന കണക്കാണ്, ഇന്ന പുസ്തകത്തിൽ ഇന്ന കണക്കാണ്. അതങ്ങനെയാണ്, പല പുസ്തകത്തിലും അങ്ങനെ വരുന്നത് ആരുടെയും കുറ്റമല്ല. കാരണം പലതിലും പലതാണ്. രാധാറാണി എന്നത് കിട്ടാക്കനിയാണെന്നറിയുക. രാധാറാണി കിട്ടാക്കനിയാണ്, കൃഷ്ണനൊക്കെ കിട്ടുന്ന കനിയാണ്. കൃഷ്ണന്റെ കാര്യം നിങ്ങൾക്ക് ഏത് ചോദ്യം ചോദിച്ചാലും പടപടപടപടപടാ ഉത്തരം പറയാം. കൃഷ്ണന്റെ എവിടാ ജനിച്ചത്, എങ്ങനെയാ പോയത്, എല്ലാം. രാധാറാണിയെ കുറിച്ച് വൃന്ദാവനം വിട്ട് കൃഷ്ണൻ എന്തൊക്കെ ചെയ്തെന്ന് ചോദിച്ചാൽ പടപടപടപടപടാ ഉത്തരം പറയാം. അങ്ങനെ ഉത്തരം പറയാൻ പറ്റത്തില്ല. ഈ രാധാറാണി ഒരു കുഞ്ഞായി ജനിച്ചു വീണ സമയത്ത് രാധാറാണി തൻ്റെ കണ്ണുകൾ തുറക്കാൻ തയ്യാറായില്ല. കാരണം താൻ കൃഷ്ണന്റെ ദിവ്യമായ പ്രേമഭാജനമാണ്, കൃഷ്ണന്റെ പ്രാണപ്രിയയാണ്. അതുകൊണ്ട് തന്നെ ആദ്യം കണ്ണ് തുറന്ന് കാണേണ്ടത് സാക്ഷാൽ ശ്രീകൃഷ്ണനെ തന്നെയാണ് എന്നതുകൊണ്ട് രാധാറാണി കണ്ണുകൾ തുറന്നില്ല, കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു 7 വർഷത്തെ മൂപ്പുണ്ട്, അതിനാണ് കൂടുതൽ വിശ്വസനീയത. ഈ 7 വർഷവും രാധാറാണി കണ്ണുകൾ തുറന്നില്ല. അതോടുകൂടി വൃഷഭാനുവും കീർത്തിമാതാവും രാധാറാണി അന്ധയാണെന്ന് കരുതി, രാധാറാണിക്ക് കാഴ്ചയില്ല എന്ന് കരുതി അവർ നിരവധി ചികിത്സകൾ നടത്തി, പ്രാർത്ഥനകൾ നടത്തി. പക്ഷേ രാധാറാണി കണ്ണു തുറന്നില്ല. ആ അവസരത്തിലാണ് വൃഷഭാനുവിൻ്റെ സുഹൃത്തായ നന്ദഗോപർക്ക് ഒരു കുട്ടി പിറന്നതായിട്ട് അറിയുകയും ആ കുട്ടിയെ കാണാൻ വേണ്ടി എന്തു ചെയ്യുന്നു, വൃഷഭാനുവും കീർത്തിമാതാവും രാധാറാണിയെയും കൊണ്ടുപോകുന്നു. അങ്ങനെ രാധാറാണി അവിടെ കൃഷ്ണന്റെ അടുക്കലെത്തിയപ്പോൾ രാധാജി കണ്ണുകൾ തുറന്നു, കൃഷ്ണനെ നോക്കി, കൃഷ്ണൻ രാധാറാണിയെ നോക്കി. രണ്ടുപേരും ആ കണ്ണുകളിൽ ഗോലോകം കണ്ടു. ഗോലോകത്തെ രാജാവും രാജ്ഞിയുമായി വിരാജിക്കുന്നത് കണ്ടു. ഇതായിരുന്നു രാധാകൃഷ്ണന്മാരുടെ പ്രഥമ സമാഗമം. സത്യത്തിൽ ആദ്യ കാഴ്ചയിൽ തന്നെ മുട്ടിട്ട പ്രണയം. ആ പ്രണയം പിന്നെ വളരുകയായിരുന്നു. അതിൻ്റെ വളർച്ചയെക്കുറിച്ച് ഞാൻ അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഇനി നമുക്ക് വൃന്ദാവനം വിട്ടതിന് ശേഷമുള്ള രാധാറാണിയുടെ ജീവിത കഥകളിലേക്ക് പോവുകയാണ്. നമ്മൾ എവിടെയാണ് നിർത്തിയതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ദുര്യോധനനോട് ഭാനുമതി പറഞ്ഞു, ദുര്യോധനന്റെ ഭാര്യ ഭാനുമതി പറഞ്ഞു, ഈ ഒരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ ആര്യപുത്ര അങ്ങേക്ക് ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ഗോവിന്ദന്റെ സഹായം തേടുക. അതോടുകൂടി ദുര്യോധനൻ പൊട്ടിത്തെറിച്ചു. ദുര്യോധനന് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ്. കോപം കൊണ്ട് ദുര്യോധനൻ തിളച്ചിട്ട് പറഞ്ഞു, ഗോവിന്ദൻ ഗോവിന്ദൻ ഗോവിന്ദൻ, എന്തു പറഞ്ഞാലും ഗോവിന്ദൻ. നീ ഒരു കാര്യം ചെയ്തോ, അങ്ങനെയാണെങ്കിൽ ഗോവിന്ദന്റെ കൂടെ പോയി അങ്ങ് കിടന്നോ. ഭാനുമതി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ആ സമയത്താണ് രാധാറാണിയുടെ അലർച്ച ഉണ്ടായത്. ദുര്യോധന, അതെ, ബർസാനയിൽ ഇരുന്നു കൊണ്ട് രാധാറാണി പറഞ്ഞു, ദുര്യോധന, കൃഷ്ണനെ കുറിച്ച് പറഞ്ഞ ഈ വാക്കുകൾക്ക് നീ കണക്ക് പറയാൻ പോവുകയാണ്. ഭാനുമതി എൻ്റെ ഭക്തയാണ്. എൻ്റെ ഭക്തയെ ആക്ഷേപിക്കുന്ന ആരെയും ഞാൻ വെറുതെ വിടത്തില്ല. ഗോവിന്ദനും വെറുതെ വിടുകയില്ല. നമുക്ക് കാണാം. പക്ഷേ ഇതൊന്നും അറിയാതെ
ഭാനുമതി അങ്ങ് പൊട്ടിക്കരഞ്ഞു. ഭാനുമതി തകർന്നു പോയി. തന്നെ കുറിച്ച് തൻ്റെ ആര്യപുത്രൻ എന്താണ് പറഞ്ഞത്? ഗോവിന്ദന്റെ കൂടെ പോയി ശയിക്കാനോ? അത്രയ്ക്ക് മോശപ്പെട്ട ഒരു പെണ്ണാണോ ഞാൻ? ആര്യപുത്ര, അങ്ങ് എന്തായി പറഞ്ഞത്? അങ്ങ് പറഞ്ഞിട്ടല്ലേ ഞാൻ ഗോവിന്ദനെ കുറിച്ച് പറഞ്ഞത്? അങ്ങ് പറയാതെ, അങ്ങയുടെ അനുവാദമില്ലാതെ അല്ലല്ലോ ഞാൻ പറഞ്ഞത്. തേങ്ങിക്കരയുന്ന ഭാനുവിനെ കാശിയിൽ നിന്ന് വന്ന വൃദ്ധയായ ദാസി രേഖ ചേർത്തു പിടിച്ചു. അവരുടെ കണ്ണുകളും നിറഞ്ഞു. അപ്പൊ ദുര്യോധനൻ ഒന്ന് തണുത്തു. ദുര്യോധനൻ പറഞ്ഞു, ഭാനു നീ കരയണ്ട, കരഞ്ഞ് നീ അസുഖം കൂട്ടണ്ട. എൻ്റെ കാര്യം നിനക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടാണ്. എനിക്ക് സകലരും എതിരാണ് ഭാനു. പിതാമകനും മുത്തശ്ശിയുമൊക്കെ ഇപ്പൊ എൻ്റെ ശത്രുക്കളാണ്. നീ ഒരു കാര്യം അറിഞ്ഞു? യുധിഷ്ഠിരൻ ഹസ്തിനാപുരത്തിലെ രാജാവാകാൻ പോവുകയാണ്. അയാളുടെ കീഴിൽ ഞാനൊരു യുവരാജാവായി കഴിയണമെന്നാണ് പറയുന്നത്. അതിലും ഭേദം മരണമല്ലേ? മരണമല്ലേ ഭാനു? നീ എന്നെ ഒന്ന് എന്താ മനസ്സിലാക്കാത്തത്? അപ്പൊ ഭാനുമതി പറഞ്ഞു, ആര്യപുത്ര, എനിക്കങ്ങയെ മനസ്സിലാകും, എനിക്കങ്ങയെ മനസ്സിലാകുന്നുണ്ട്. അങ്ങയുടെ വിഷമം ഞാൻ അറിയുന്നുണ്ട്. പക്ഷെ ഞാൻ എന്ത് നിസ്സഹായനാണ്, നിസ്സഹായിയാണ്. എനിക്കെന്താണ് ചെയ്യാൻ പറ്റുന്നത്? എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പൊ ദുര്യോധനൻ പറഞ്ഞു, നീ ഒന്നും ചെയ്യണ്ട. പക്ഷെ നീ ഒരു കാര്യം അറിയണം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിൽ നിന്റെ ഗോവിന്ദനാണ്. നിന്റെ ഗോവിന്ദൻ ഒറ്റ ഒരാളാണ് ഈ പ്രശ്നത്തിന് കാരണം. എൻ്റെ ജീവിതത്തിൻ്റെ സകല ദുരിതങ്ങൾക്കും കാരണം ഗോവിന്ദനാണ്. പിതൃലോകത്ത് നിന്ന് ഗോവിന്ദൻ പാണ്ഡവരെ തിരിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് ഈ ഗോവിന്ദന്റെ പ്രേരണപ്രകാരം അർജുനൻ സ്വയംവരത്തിനെത്തുകയും ദ്രൗപദിയെ വിവാഹം കഴിക്കുകയും ചെയ്തു. ഈ ഒറ്റ ഒരുത്തൻ കാരണമാണ് പാണ്ഡവര് ഇന്ന് ഹസ്തിനപുരത്തിലേക്ക് സൈന്യ വ്യൂഹത്തിനോടൊപ്പം വിജയശ്രീ ലാളിതരായി ഘോഷയാത്ര നടത്തുന്നത്. നീ ഒരു കാര്യം ആലോചിക്കുക കാശിയേ. അതെ, ഭാനുമതി കാശി രാജാവിന്റെ പുത്രിയായതുകൊണ്ട് ദുര്യോധനൻ ചില സമയത്ത് കാശിയെ എന്ന് വിളിക്കാറുണ്ട്. കാശിയെ, നീ ഒരു കാര്യം ആലോചിക്കുക. അത്രയ്ക്ക് ഗോവിന്ദൻ എന്നെ ദ്രോഹിച്ചു. അപ്പോഴാണ് നീ ഇങ്ങനെ കയറി പറയുന്നത്. എനിക്ക് ഗോവിന്ദൻ എന്ന പേര് പോലും കേൾക്കണ്ട. പെട്ടെന്ന് ദുശാസനന്റെ മുന്നറിയിപ്പ് ദുര്യോധനൻ ഓർമ്മ വന്നു. ദുശാസനൻ ദുര്യോധനനോട് പറഞ്ഞു, വളരെ ശ്രദ്ധിക്കണം ഭാനുവിനെ. ദ്രോണാചാര്യർക്കാകട്ടെ ഭാനു സ്വന്തം പുത്രിയെ പോലെയാണ്. അതേപോലെ തന്നെയാണ് കൃഷ്ണന് സ്വന്തം സഹോദരിയെ പോലെയാണ്. ദുര്യോധനന്റെ ഒരു കാര്യത്തിന് വേണ്ടിയും ഭാനു ഗോവിന്ദനെ സമീപിക്കാൻ പാടില്ല. അത് നമുക്ക് ദോഷകരമായി തീരും. ഗോവിന്ദൻ പാണ്ഡവരുടെ കൂടെയാണ്, അത് മറക്കണ്ട. ആ മുന്നറിയിപ്പ് ഉടൻ ഓർമ്മ വന്നു. അപ്പോൾ ഉടനെ പറഞ്ഞു, കശിയെ, ഞാൻ നിന്നോടൊരു കാര്യം ഞാൻ പറയാം. എൻ്റെ ഒരു കാര്യത്തിലും നീ ഇടപെടാൻ പാടില്ല. ആര്യപുത്ര, ഞാൻ അങ്ങയുടെ പത്നിയല്ലേ, അങ്ങയുടെ ഉയർച്ചയല്ലേ എൻ്റെ ലക്ഷ്യം. ആയിക്കോട്ടെ, നീ ബുദ്ധിയില്ലാത്തവളാണ്. ബുദ്ധിയില്ലാത്ത നീ എൻ്റെ ഏതെങ്കിലും കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ വിപരീതമായിരിക്കും സംഭവിക്കുന്നത്. നിന്നോട് ഞാൻ ഇപ്പോൾ ഒരു കാര്യം പറയാൻ പോവുകയാണ്. നോക്കൂ കാശിയെ, ഒരു കാരണവശാലും നീ ഗോവിന്ദനെ കാണാൻ പോകാൻ പാടില്ല. ഭാനുമതി ഞെട്ടിപ്പോയി. കാരണം ഹസ്തിനപുരത്തേക്ക് ഗോവിന്ദൻ വരുന്നു എന്നറിഞ്ഞ നിമിഷം മുതൽ ഉള്ളുകൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു. തൻ്റെ സഹോദര തുല്യനായ ഗോവിന്ദനെ ഒന്ന് കാണാൻ വേണ്ടി. ആ ഗോവിന്ദനെ കാണാൻ പറ്റില്ല എന്ന് തീർത്തു പറയുന്നു ദുര്യോധനൻ. എന്നിട്ട് ദുര്യോധനൻ അല്പം ശബ്ദം താഴ്ത്തിയിട്ട് പറഞ്ഞു, നോക്കൂ, നീ വസുദേവനെ കാണാൻ പോയാൽ, അങ്ങനെ ഞാൻ അറിഞ്ഞാൽ കാശിയെ കൊന്നുകളയും. നിന്നെ ഞാൻ. അപ്പോൾ ഭാനുമതി പൊട്ടിക്കരയാൻ തുടങ്ങി. ഭാനുമതിക്ക് താങ്ങാൻ പറ്റിയില്ല.
ഭാനുമതിയുടെ ശരീരം കുഴഞ്ഞു വരുന്നത് പോലെ തോന്നി. അപ്പോൾ രേഖ താങ്ങി. ഈ സമയത്താണ് ജലന്ധര കയറി വരുന്നത്. അപ്പോ ജലന്ധര പറഞ്ഞു, അയ്യോ ഇത് എന്താ ഭാനു, നിനക്ക് എന്താ പറ്റിയത്? ജലന്ധര ഓടി വന്ന് ഭാനുവിനെ താങ്ങി. എന്നിട്ട് ക്രൂദ്ധനായി നിൽക്കുന്ന ദുര്യോധനോട് പറഞ്ഞു, രാജകുമാര, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? നിങ്ങളൊരു മനുഷ്യരാണോ? പൂർണ്ണ ഗർഭിണിയാണ് എൻ്റെ ഭാനു എന്ന് പറയുന്നത്. ആ എൻ്റെ ഭാനുവിനെ ഈ സമയത്ത് നിങ്ങൾ കരയിപ്പിക്കുകയാണോ? ഈ കരയിപ്പിക്കുന്നുണ്ടല്ലോ, അവൾ ദുഃഖിച്ചാൽ അവളുടെ ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞിനെ വരെ അത് ബാധിക്കത്തില്ലേ? നിങ്ങൾക്കത് മനസ്സിലാകത്തില്ലേ? അപ്പൊ ദുര്യോധനൻ കോപം കൊണ്ട് തിളച്ചു. ഒരൊറ്റ അടി അവൾക്ക് വെച്ചു കൊടുക്കാൻ തോന്നി. കൈ ഉയർന്നതാണ്, പക്ഷെ കോപം കൊണ്ട് ജ്വലിക്കുന്ന ജലന്ധരയുടെ സൗന്ദര്യം, പരൽമീനുകളെ പോലെയുള്ള കണ്ണുകള് ഒരു നിമിഷം ദുര്യോധനനെ സ്തബ്ധനാക്കി. അപ്പോൾ ഉടനെ ജലന്ധര പറഞ്ഞു, എന്തേ, എന്നെ അടിക്കാനാണോ ഭാവം? അതിന്റെ അനന്തരഫലം വളരെ വലുതായിരിക്കും ദുര്യോധന. നിന്നെ ഞാൻ അടിക്കുകയും കട്ടിക്കുകയും ചെയ്യും. അതുകൂടാതെ എൻ്റെ ദേഹത്ത് കൈവച്ചാൽ നിന്നെ ചോദിക്കാൻ ആളുണ്ട്. നീ പോലും പ്രതീക്ഷിക്കാത്ത ആള് ദുര്യോധന. ധൈര്യമുണ്ടോ നിനക്ക് എന്നെ കൈവക്കാൻ? ജലന്ധര സാധാരണക്കാരിയല്ല. ദുര്യോധനൻ ആകപ്പാടെ പല്ലിറുമിയതിനു ശേഷം ദുര്യോധനൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ ഉടനെ എന്തു ചെയ്തു? നമ്മുടെ ഭാനുമതി പറഞ്ഞു, അയ്യോ നീ എന്തിനാ ജലന്ധരെ ആര്യപുത്രനോട് ഇങ്ങനെ ചൂടായത്? നീ അങ്ങനെ പറയരുതായിരുന്നു. നീ ആര്യപുത്രനെ ഭീഷണിപ്പെടുത്തരുതായിരുന്നു. അപ്പൊ ജലന്ധര പറഞ്ഞു, അയാൾ ഒരു ദുഷ്ടനാണ്. അപ്പോൾ പറഞ്ഞു, ഒരിക്കലുമല്ല, ദുഷ്ടനല്ല, സ്നേഹമാണ്. പക്ഷേ ഇപ്പോൾ ജീവിതത്തിൽ ഒറ്റപ്പെടുകയാണ്. ആ കോപം ആരോടെങ്കിലും ഒന്ന് ഇറക്കി വെക്കണ്ടേ? അതങ്ങ് എന്നോടാക്കുകയാണ് ഈ ചെയ്യുന്നത്. പാവമാണ് അദ്ദേഹം. എനിക്ക് അദ്ദേഹത്തെ സഹായിക്കാൻ കഴിയുന്നതുമില്ല. എൻ്റേത് എന്തൊരു ജന്മമാണ്. അപ്പോൾ ജലന്ധര പറഞ്ഞു, ഇതാണ് നിന്റെ കുഴപ്പം, ഇതാണ് നിന്റെ കുഴപ്പം. നീ ഇങ്ങനെ സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഈ ദുര്യോധനനെ ഞാൻ നിലയ്ക്ക് നിർത്തിയേനെ. ഒരു കാര്യം ആലോചിക്കൂ ഭാനു, നമ്മൾ ആണുങ്ങൾക്ക് താന്നു കൊടുത്താലുണ്ടല്ലോ, അവര് നമ്മളെ ചവിട്ടി പാതാളത്തോളം കൊണ്ട് എന്ന് താഴ്ത്തിക്കളയും. അപ്പോൾ ആ സമയത്ത് ഭാനുമതി പറഞ്ഞു, അങ്ങനെ അല്ല, എന്നോട് സ്നേഹമാണ്. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഹസ്തിനപുരത്തിന്റെ രാജാവായി യുധിഷ്ഠിരൻ വരാൻ പോകുന്നു. പിന്നെ ദ്രൗപദിയെ കിട്ടാത്തതിന്റെ ഖേദവും അത്രയേ ഉള്ളൂ. അപ്പോൾ ഉടനെ ജലന്ധര പറഞ്ഞു, അതൊക്കെ പോട്ടെ, പഴയതൊക്കെ പോകട്ടെ, ഇപ്പൊ എന്താ പ്രശ്നം? ഇപ്പൊ എന്തിനാണ് ഇദ്ദേഹം ഇത്രയും കോപിഷ്ഠനായത്? അപ്പോൾ പറഞ്ഞു, ഹസ്തിനപുരത്തേക്ക് വരുന്ന ഗോവിന്ദനെ ഞാൻ കണ്ടുപോകരുതെന്ന് പറഞ്ഞു. കണ്ടുപോയാൽ എന്നെ കൊന്നു കളയുമെന്ന് പറഞ്ഞു. നോക്കൂ ജലന്ധരെ, ജലേ എന്നാണ് വിളിക്കുന്നത്. നോക്കൂ ജലേ, ഹസ്തിനപുരത്തേക്ക് ഗോവിന്ദൻ വരുന്നു എന്നറിഞ്ഞ നിമിഷം മുതൽ ഞാൻ കാത്തിരിക്കുകയാണ് ഗോവിന്ദനെ ഒന്ന് കാണാൻ. ഗോവിന്ദനെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. നിനക്കറിയുമോ, ഗോവിന്ദൻ എന്നെ മരണതുല്യമായ അവസ്ഥയിൽ നിന്നാണ് രക്ഷിച്ചത്. എൻ്റെ മാനം മുഴുവനും പോയേനെ. എന്നെ കൈകളിലെടുത്ത് സുരക്ഷിതമായി കൊണ്ടുവന്ന് കൊട്ടാരത്തിൽ എത്തിച്ചത് ആരാണെന്നറിയാമോ? ഗോവിന്ദനാണ്. അത്രയ്ക്ക് വാത്സല്യമാണ് എന്നോട്, അത്രയ്ക്ക് ഇഷ്ടമാണ് എന്നോട്. ആ ഗോവിന്ദനെയാണ് കാണരുതെന്ന് പറഞ്ഞിരിക്കുന്നത്. എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. അതും ഞാൻ ഗോവിന്ദനെ കാണാനിരിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, ആര്യപുത്രന് വേണ്ടിയാണ്. പക്ഷെ ഇനി ഞാൻ ഗോവിന്ദനെ എങ്ങനെ കാണും?
ഗോവിന്ദ എൻ്റെ അവസ്ഥ മനസ്സിലാക്കുന്നു, എനിക്ക് നിന്നെ കാണണമെന്നുണ്ട്, എനിക്ക് നിന്നെ കാണണമെന്നുണ്ട്, എനിക്ക് നിന്നെ കാണണമെന്നുണ്ട്, എന്നെ സഹായിക്കില്ലേ രാധേ, എന്നെ സഹായിക്കില്ലേ രാധേ, എൻ്റെ ഗോവിന്ദനോട് എനിക്ക് പറയാനുള്ള വിവരങ്ങൾ പറയാൻ എന്നെ സഹായിക്കില്ലേ രാധേ. രാധ പറഞ്ഞാൽ പിന്നെ എന്താണ് കൃഷ്ണന്? അപ്പോഴേക്കും ആ കണ്ണുകളൊക്കെ ഇങ്ങനെ ചരിഞ്ഞു ചരിഞ്ഞു വന്നു, ഒരു മയക്കത്തിൽ എന്ന പോലെയായി. അപ്പൊ ജലന്ധര താങ്ങി അവിടെ കിടത്തിയിട്ട് ജലന്ധര വിചാരിക്കുകയാണ്, അല്ല ഇതാരാണ് ഈ രാധ, ഇതാരാണ് ഈ രാധ? രാധ എന്ന് പറയുന്നു. ജലന്ധര ഇതുവരെ രാധയെ കുറിച്ച് കേട്ടിട്ടില്ല. അപ്പൊ ജലന്ധര വിചാരിക്കുകയാണ്, തൻ്റെ ജ്യേഷ്ഠത്തി പറയുകയാണ്, രാധ. ആരാണ് ഈ രാധ? കൃഷ്ണനോട് അത്രയ്ക്ക് അടുപ്പമുള്ള ഏതോ ഒരു വ്യക്തിയാണ്. ഈ സമയത്ത് സാക്ഷാൽ ഭാനുമതിക്ക് രാധാറാണിയുടെ സ്വപ്ന ദർശനം കിട്ടുകയാണ്. രാധാറാണി പറയുകയാണ്, നീ ജലന്ധരയോട് പറയൂ, നിനക്ക് പറയാനുള്ളത് മുഴുവൻ നീ ജലന്ധരയോട് പറയൂ, അവൾ ഗോവിന്ദനെ അറിയിക്കും, കൂടാതെ ഞാനും ഗോവിന്ദനോട് അറിയിക്കാം. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ജലന്ധരയോട് പറയൂ. പെട്ടെന്ന് ഭാനുമതി ഉണർന്നിട്ട് പറഞ്ഞു, ജലന്ധരെ നിനക്ക് മാത്രമേ ഇപ്പൊ എന്നെ സഹായിക്കാൻ പറ്റൂ. അപ്പൊ ജലന്ധര ചോദിച്ചു, എങ്ങനെ സഹായിക്കാൻ? എനിക്ക് വേണ്ടി നീ പോയി ഗോവിന്ദനെ കാണണം. അപ്പൊ ജലന്ധര പറഞ്ഞു, ഇത്രയുള്ള കാര്യം, ഞാൻ പോയി ഗോവിന്ദനെ കണ്ടുകൊള്ളാം. ഗോവിന്ദനെ നീ വെറുതെ കണ്ടാൽ പോരാ, എനിക്കൊരു വരം വേണം. ആ വരം നീ ഗോവിന്ദന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം. അപ്പോൾ പറഞ്ഞു, എന്ത് വരമാണ് വേണ്ടത്? എനിക്ക് വേണ്ട വരം ഇതാണ്, ഹസ്തിനാപുരം ആര്യപുത്രൻ ദുര്യോധനൻ ഭരിക്കണം. ഹസ്തിനാപുരത്തിന്റെ രാജാവ് എൻ്റെ ആര്യപുത്രൻ ദുര്യോധനനായിരിക്കണം. എൻ്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിന് ഹസ്തിനപുരത്തെ സിംഹാസനം ലഭിക്കണം. ഇത് നീ ഗോവിന്ദനെ കൊണ്ട് സത്യം ചെയ്യിക്കണം. എനിക്ക് ഈ വരം തരണം. ഗോവിന്ദന്റെ അനിയത്തിയുടെ അപേക്ഷയാണെന്ന് പറയണം. ഗോവിന്ദന്റെ അനിയത്തിയുടെ അപേക്ഷ ഒരിക്കലും ഗോവിന്ദന് നിരസിക്കാൻ സാധ്യമല്ല. കാര്യങ്ങൾ കെട്ടുപിണഞ്ഞു വരികയാണ്. കാരണം ജലന്ധരയുടെ അപേക്ഷ കൃഷ്ണന് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ ജലന്ധര പറയുന്നത് ഹസ്തിനപുരത്തെ രാജാവ് ആരാകണമെന്നാണ് പറയുന്നത്. ഹസ്തിനപുരത്തെ രാജാവെന്ന് പറയുന്നത് ദുര്യോധനനാകണം. തൻ്റെ ഉദരത്തിൽ കിടക്കുന്ന പുത്രന് രാജ്യാവകാശം ലഭിക്കുകയും വേണം. എന്നാൽ യുവരാജാകാൻ വേണ്ടി യുധിഷ്ഠിരൻ വരികയും ചെയ്യുന്നു. യുധിഷ്ഠിരനാകട്ടെ കൃഷ്ണന് പ്രിയപ്പെട്ടതാണ്, ദുര്യോധനനാകട്ടെ കൃഷ്ണന്റെ എതിർപക്ഷത്തുമാണ്. ഭാനുമതിയാകട്ടെ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ പ്രാണനുമാണ്. ഭാനുമതി കൃഷ്ണന് അങ്ങേയറ്റം ഇഷ്ടവുമാണ്. കൃഷ്ണന് സഹോദരിയെ പോലെയാണ്. കാര്യങ്ങൾ ഇവിടെ കുഴഞ്ഞു മറിയാൻ പോവുകയാണ്. അപ്പോൾ ജലന്ധര പറഞ്ഞു, ഞാൻ പോകാം. അങ്ങനെയെങ്കിൽ നീ അച്ഛനെ കൊണ്ട് സത്യം ചെയ്യൂ, പോയി ഗോവിന്ദനെ കാണാമെന്ന്. അപ്പൊ ജലന്ധര പറഞ്ഞു, അച്ഛനാണ് സത്യം, ഞാൻ പോയി ഗോവിന്ദനെ കണ്ടിരിക്കും. ജലന്ധര ഭാനുമതി വീണ്ടും ഉറങ്ങാൻ കിടന്നു. അതേ മുറിയിൽ തന്നെയാണ് ജലന്ധര കിടന്നത്. പക്ഷേ ജലന്ധര ചിന്തിക്കുകയാണ്, പെട്ടെന്നൊരു ആവേശത്തിൽ പറഞ്ഞതാണ്, ഇത് എങ്ങനെ ഗോവിന്ദനെ കാണും? ഞാനൊരു കന്യകയാണ്. ഒരു യുവരാജകുമാരി കൃഷ്ണനെ ഏകാന്തതയിൽ ചെന്ന് കാണുക എന്നാരെങ്കിലും അറിഞ്ഞാൽ ആ വാർത്ത ആര്യാവർത്തത്തെ മുഴുവൻ പിടിച്ചു കുലുക്കിക്കളയും. എന്ന് മാത്രവുമല്ല, ഈ വാർത്ത അറിഞ്ഞാൽ സംശയാസ്പദനായ ദുര്യോധനന് മനസ്സിലാകും, ഇത് ഭാനുവിൻ്റെ ദൗത്യത്തിനു വേണ്ടി മാത്രമാണ് ഞാൻ ഈ പോകുന്നതെന്ന്. അതോടുകൂടി ഭാനുവിൻ്റെ കാര്യം കഷ്ടത്തിലാകും.
ഇവിടെ എനിക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. കാശിയിൽ നിന്ന് വന്ന രേഖ എന്ന ദാസിയെ മാത്രമേ എനിക്ക് വിശ്വസിക്കാൻ പറ്റൂ. ബാക്കിയുള്ളവരാരും എന്നോട് കൂറു പുലർത്തുന്നില്ല. സഹോദരൻ സുശർമാവിനാകട്ടെ ദുര്യോധനനെ ഭയമാണ്. അതുകൊണ്ട് ഇത് പറഞ്ഞാൽ അയാളും എതിർക്കും. പിന്നെ എങ്ങനെ ഞാൻ പോയി കൃഷ്ണനെ കണ്ടത് സാധിക്കും? പെട്ടെന്ന് കയറി ഭാനുവിന് വാക്കും കൊടുത്തു. ഞാൻ ഇനിയിപ്പൊ എന്താ ഞാൻ ചെയ്യേണ്ടത്? അപ്പോഴ് തോന്നി ദ്രൗപദിയെ സമീപിച്ചാലോ. അപ്പൊ ദ്രൗപദിയെ സമീപിക്കാം. അപ്പോഴാണ് തോന്നുന്നത് ദ്രൗപദിയെ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾ ഈ കാര്യം അവളുടെ ഭർത്താക്കന്മാരോട് പറയും, അവൾ കുന്തിയോടും പറയും, ഇത് പരസ്യമാകും. കാരണം ഇവിടെ ഭാനു ആവശ്യപ്പെടുന്ന വരം ദുര്യോധനൻ ഹസ്തിനപുരത്തിന്റെ രാജാവാകണമെന്നാണ്. തൻ്റെ ഉദരത്തിൽ കിടക്കുന്ന പുത്രന് ഭാവിയിൽ സിംഹാസനം ലഭിക്കണം. അപ്പോൾ യുധിഷ്ഠിരൻ രാജാവായി അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ രാജാവായി ഇരിക്കേണ്ടത് യുധിഷ്ഠിരനാണ്. ദ്രൗപദിയുടെ കുട്ടിക്കാണ് അവിടെ സിംഹാസനാവകാശം വരേണ്ടത്. അങ്ങനെയുള്ള ദ്രൗപദിയുടെ അടുത്ത് ചെന്ന് അവളുടെ ഭർത്താവിനെ മാറ്റി ഭാനുവിന്റെ ഭർത്താവിനെ ആക്കണമെന്ന് എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇതാകപ്പാടെ കുഴപ്പമാവുകയാണല്ലോ. എന്ന പരസ്യമായിട്ട് അങ്ങ് ചെല്ലാം. പക്ഷെ പരസ്യമായി ചെന്ന് കണ്ടാൽ എല്ലാവരും ഇരിക്കുമ്പോൾ ഈ രഹസ്യം എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? ആകപ്പാടെ അങ്ങ് വിഷമിച്ചു. ഇത് മനസ്സിലാക്കിയ ഒരാളുണ്ടായിരുന്നു, രാധാറാണി. ആ രാധാറാണിയുടെ പ്രേരണയാൽ ഉറക്കത്തിൽ എന്ന പോലെയല്ല, നല്ല ഉറക്കത്തിലാണ്. ആ ഉറക്കത്തിൽ കിടന്നുകൊണ്ട് ഭാനു പറയുകയാണ്, ജലേ എന്ന് പറഞ്ഞാൽ ജലന്ധര, ജലേ. രാധ പറഞ്ഞു നീ ഇന്ന് രാത്രി ഒരു സ്വപ്നം കാണും. ആ സ്വപ്നത്തോടെ നിനക്ക് ഗോവിന്ദനെ കാണാനുള്ള വഴി തെളിയും. രാധയല്ലേ പറഞ്ഞത്? രാധയുടെ വാക്ക് പാഴ്വാക്കാകില്ല. ജലന്ധര അമ്പരന്ന് ഭാനുവിനെ നോക്കി. ഇത് ഭാനു ബോധപൂർവം പറയുന്നോ അതോ ഉറക്കത്തിൽ പറയുന്നോ? പക്ഷേ ജലന്ധരയ്ക്ക് മനസ്സിലായി ഭാനു നല്ല ഉറക്കത്തിലാണ് പറയുന്നത്. അപ്പോഴിത് ആരാണ് ഈ രാധ? വീണ്ടും ഈ രാധ കയറി വരുന്നല്ലോ. ജലന്ധരയ്ക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. രാധയുടെ വാക്ക് പാഴ്വാക്കാകത്തില്ലത്രേ. ഈ രാധ ഹസ്തിനപുരത്തുള്ളതാണോ? ഇത് എവിടെയുള്ളതാണ് ഈ രാധ? ഈ രാധയ്ക്ക് കൃഷ്ണനുമായി എന്തോ ഒരു ബന്ധമുണ്ടല്ലോ. ഞാൻ ഇന്ന് രാത്രി സ്വപ്നം കാണുമത്രേ. സ്വപ്നം കാണുമ്പോൾ എനിക്ക് തെളിയും. അതിൻ്റെ ഈ രാധ ഇങ്ങനെ വന്ന് പറയണമെങ്കിൽ ഈ രാധ ദേവതയാണോ? ഏതെങ്കിലും ദേവതയാണോ? അങ്ങനൊരു ദേവതയുടെ പേര് ഞാൻ കേട്ടിട്ടില്ലല്ലോ. എന്തായാലും ഇന്ന് സ്വപ്നത്തിൽ എനിക്കത് തെളിഞ്ഞു കിട്ടുമോ എന്ന് നോക്കണം. അതേ ജലന്ധരയ്ക്ക് കൃഷ്ണനിൽ വിവരമെത്തിക്കുക എന്ന് പറയുന്നത് ഒരു സാഹസിക കൃത്യം തന്നെയാണ്. ഒറ്റയ്ക്ക് പോയി കണ്ടാൽ അത് വേറെ രീതിയിൽ പാട്ടാകും. ഒരു കാരണവശാലും ഒറ്റയ്ക്ക് പോയി കാണാൻ സാധിക്കുകയില്ല എന്ന് മാത്രവുമല്ല, ദ്രൗപദിയോടും പറയാൻ പറ്റത്തില്ല. ഒരിക്കലും കൃഷ്ണനോട് ചെന്ന് ഇത് പറയാൻ പറ്റത്തില്ല. കൃഷ്ണനാകട്ടെ യുധിഷ്ഠിരനെ കൊണ്ടുവരികയാണ് സിംഹാസനത്തിലിരുത്താൻ. അപ്പോൾ പിന്നെ കൃഷ്ണന്റെ അടുത്ത് വിവരങ്ങൾ എത്തിക്കാൻ രാധാറാണി കണ്ട കുറുക്കുവഴി എന്തായിരിക്കും? എന്തായിരിക്കും ആ കുറുക്കുവഴി? കാത്തിരിക്കൂ. അടുത്ത ചൊവ്വാഴ്ച ഞാൻ വീണ്ടും വരും. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.